ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. പ്രിയമുള്ളവരെ, ലാസർ മരിച്ചു എന്നറിഞ്ഞ് ലാസറിൻ്റെ ശവക്കല്ലറയിലേക്ക് ചെല്ലുന്ന യേശു കരയുന്നതിനെക്കുറിച്ച്, എൻ്റെ സഹോദരികളും ബന്ധുമിത്രങ്ങളും കരയുന്നതിനെക്കുറിച്ച് വചനഭാഗം പറഞ്ഞു വയ്ക്കുന്ന ഒരു വായനയാണ് ഞാൻ വായിച്ചത്. സ്നേഹമുള്ളവരെ, മരിച്ച ഭവനങ്ങളിൽ കരയുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ തൃശ്ശൂർ ബസിലിക്കയിൽ കൊച്ചച്ഛനായിരുന്ന കാലഘട്ടത്തിൽ എന്നെ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷമാണ്. എന്നെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മരിച്ച വീടുകളിൽ പോകാനുള്ള ഒരു പ്രശ്നമാണ്. മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന അപ്പച്ചൻ്റെ അടുക്കൽ, മരിച്ചു കിടക്കുന്ന മകൻ്റെ അടുത്ത്, ഭാര്യയുടെ അടുത്ത്, മകളുടെ അടുത്ത് വാവിട്ട് കരയുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാകും. അപ്പം ഞാനാണ് കാർമികൻ, ഞാനും ചിലപ്പോൾ കരഞ്ഞെന്ന് വരും. ഞാനും കരഞ്ഞു തുടങ്ങുമ്പോൾ കപ്പ്യാരേട്ടൻ എന്നെ പുറകിൽ നിന്ന് എത്രയോ തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കരയല്ലേ, നാണക്കേട്, ആൾക്കാർ കാണില്ലേ, ഞാൻ ചവിട്ടിക്കൂട്ടും, കരയല്ലേ എന്ന്. എനിക്ക് കരയാതിരിക്കാൻ പറ്റൂ? ഇവർ കരയണ കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടം വരും. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളും അകാല മരണമൊക്കെ സംഭവിച്ച ഭവനങ്ങളിൽ വലിയ ദുരന്തമയമായ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വല്യച്ഛനും എൻ്റെ കൂടെ വേറൊരു കൊച്ചച്ഛനും കൂടി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കപ്പേരാട്ടം വന്ന് ചോദിക്കും, ആരാണ് ഇന്ന് ശവസംസ്കാരത്തിന് പോരണത്? ഞാൻ പറയും, ഞാനാണ്. കപ്പേരാട്ടം പറയും, ഞാനില്ല, അച്ഛൻ തന്നെ പൊക്കോളാൻ. കാരണം ഞാൻ അവിടെ കരഞ്ഞ് ഒരുമാതിരി പരുവത്തിലാക്കുമെന്നറിയുന്ന കപ്പേരാട്ടൻ എന്നോട് പറയും, അച്ഛൻ തന്നെ പൊക്കോ, കരയില്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്നുണ്ടു. ആ കാലഘട്ടത്തിൽ എന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മരിച്ച വീടുകളിലെ ഏറ്റവും സങ്കടകരമായ ഇതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രശ്നമാണ്. പിന്നീട് പല ശവസംസ്കാരങ്ങൾക്കും പോയി ഈ മരണങ്ങളും കരച്ചിലുകളും കണ്ട് ഒരുപക്ഷെ മനസ്സിനൽപ്പം കൂടെ കട്ടിവെച്ചതുകൊണ്ടായിരിക്കും പിന്നീട് കരച്ചിലുകൾക്കൊക്കെ ഒരു ശമനം വന്നു. പിന്നീട് ഇപ്പോൾ വലിയ അകാല മരണങ്ങളോ കുട്ടികളെയൊക്കെ ആകുമ്പോഴാണ് ഒരു സങ്കടം വരുന്നത്. ആ കാലഘട്ടത്തിലെ എൻ്റെ പ്രശ്നം മരിച്ച വീടുകളിൽ കരയുന്നവരെ കാണുമ്പോഴുള്ള സങ്കടമായിരുന്നെങ്കിൽ ഇന്ന് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് മരിച്ചവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ കരയുന്നവരെ ആരെയും കാണാനില്ല. ഇതാണ് ഈ കാലഘട്ടത്തിലൊരു പ്രശ്നം. ഞാൻ പല മരിച്ച വീടുകളിലും മരിച്ച ആ നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനുശേഷം പോകുമ്പോൾ അവിടെയൊക്കെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും. പള്ളിയിൽ നിന്ന് ഉടൻ തന്നെ ഒരു ടേപ്പ് റെക്കോർഡറും ഒരു CD ഒക്കെ കൊണ്ടുവന്ന് മരിച്ചവരുടെ തിരുക്കർമ്മങ്ങളുടെ പാട്ട് വയ്ക്കും. മുമ്പൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകളുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി തുടർച്ചയായി ശവസംസ്കാരം വരെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ CD-കളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ മരിച്ചു കിടക്കുന്നു, ചുറ്റും മക്കളിരിക്കുന്നുണ്ട്. അവരൊക്കെ ചിലർ ഒരു കക്കണ വേപ്പിൻ്റെ ഇല കൊണ്ട് വീശിക്കൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വേറൊരു ചേച്ചി ഈ പൂക്കളൊക്കെ പെറുക്കി വെച്ച് കളിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ഓണക്കാലത്ത് യൂണിറ്റ് അടിസ്ഥാനത്തിൽ പള്ളിയിൽ നടക്കുന്ന പൂക്കള മത്സരത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയായിരിക്കും. പൂക്കൾ കൊണ്ട് ഡിസൈൻ കുത്തി കളിക്കുന്നു. വേറെ ചിലർ വരുന്നവരെ പോകുന്നവരാരൊക്കെയാണെന്നുള്ള സെൻസസ് എടുത്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും എല്ലാവരും കാണുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട്. ചിലർ അഭിവാദനം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ചിലർ ഗൗരവത്തോടെ, നാത്തൂൻ വന്നില്ലല്ലേ, അവളുടെ അമ്മയും ചാവും, ഞാനപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പ്രതികാരവും അതൊക്കെ അവിടെ ഒരു വലിയ സംഭവമാണ് ഈ മൃതദേഹത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കും. കരയുന്നവരെ ആരെയും കാണാനില്ല. ഞങ്ങളുടെ നാട്ടുമ്പുറത്തൊക്കെ താഴ്ന്ന ജാതിയിലുള്ള ചില ആളുകളുണ്ടായിരുന്നു. ആര് മരിച്ചു എന്ന് കേട്ടാലും അവർ ഓടി വരും. ഓടി വന്ന് വീടിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും നെഞ്ചത്ത് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്റേയുടെ ഷീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ്. നെഞ്ചത്തടിച്ച് വാവിട്ട് അലറിക്കരയും. എന്നാലും ജോസഫേട്ട ഒരു വാക്ക് അറിഞ്ഞില്ലല്ലോ, അടിയോടടിയാണ് നെഞ്ചത്ത്. അപ്പോൾ
ഈ വെട്ടുപോത്ത് പോലെ ഇവിടെ ഇതിന് ചുറ്റും ഇരിക്കുന്ന ആളുകൾ ഈ ചെഴുത്തിക്ക് പോലും സങ്കടം. എന്നിട്ട് നമ്മളിങ്ങനെ അപ്പോൾ ഈ ചെഴുത്തിയുടെ കരച്ചിലിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരും കരഞ്ഞു തുടങ്ങും. വള്ളം കളിയിൽ താളം കൊടുക്കുന്ന ആളുകളെ പോലെ മരണ വീടുകളിൽ താളം കൊടുത്തിരുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ഇന്ന് മരിച്ച വീടുകളിൽ കരയുന്നവരെ ആരെയും കാണാനില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ശവസംസ്കാരത്തിന് പോയി. അവിടെ ഒരു 55 വയസ്സായ ഒരു അപ്പച്ചനാണ്, മരിച്ചു കിടക്കുന്നു. 7 മക്കളുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നു. ഒരാൾ പോലും ചെല്ലുമ്പോൾ കരയുന്നത് കണ്ടില്ല, പ്രാർത്ഥനയ്ക്കിടയിൽ കരയുന്നത് കണ്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ദൈവമേ, 55 വയസ്സായ ഒരു അപ്പച്ചൻ കടന്നു പോകുന്നു, ഇനി അപ്പച്ചനെ അവർക്ക് കാണാനാകൂ? എൻ്റെ ഈ അപ്പച്ചൻ മരിച്ചു കടന്നു പോകുമ്പോൾ ഒരാൾ പോലും ഒരിറ്റ് കണ്ണീര് പൊഴിക്കുന്നില്ല എന്ന്. ഞാൻ പ്രാർത്ഥനകൾ തുടർന്നു. പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ മൃതദേഹം എടുക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, മരണം വരുമൊരു നാൾ. ആ പാട്ട് പാടിയ സമയത്ത് ഞാൻ വിചാരിച്ചു സമയം പ്രാർത്ഥനകൾ കഴിഞ്ഞു, ഇനി മൃതദേഹം എടുക്കാണ്. നടക്കാമെന്ന് കരുതി ഞാൻ നടക്കാൻ തിരിയുമ്പോൾ അത്രയും നേരം നിർവികാരത്തോടുകൂടെ ഒരു സങ്കടവുമില്ല എന്ന് തോന്നിപ്പിക്കുമാറി ഇരുന്നിരുന്ന അവരെല്ലാവരും കൂടെ 1 2 3 എന്ന് പറഞ്ഞ പോലെ ഒരു 10 ആംപ്ലിഫയർ വിഴുങ്ങിയാൽ എന്ന പോലെ ശബ്ദത്തിൽ ഒരു ഒറ്റ അലർച്ചയാണ്, അപ്പാ പൂവാണോ എന്ന്. ആ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാനൊരു ശുദ്ധ പൊട്ടൻ. ഞാൻ വിചാരിച്ചു ഇവർക്ക് സങ്കടമില്ലെന്ന്. എന്ത് സങ്കട, എന്ത് കരച്ചിൽ ഇവർ കരഞ്ഞത് എന്നവരുടെ സങ്കടം ഒന്ന് കാണാമെന്ന് കരുതി ഞാൻ തിരിയുമ്പോഴുണ്ട് അപ്പാ പൂവാണോ എന്ന് ചോദിച്ച് കരഞ്ഞു തുടങ്ങിയവർ കൊച്ചു വർത്താനം പറയുവാണ്. ഡി മേരി, നീ പോണ്ട മൃതദേഹത്തിൻ്റെ കൂടെ? ഡാ ജോണെ, നീ ഓട്ടോറിക്ഷ എടുക്കൂ? ഡി ഈ ഡ്രസ്സ് മാറടി, ഈ പൊട്ട വസ്ത്രം ഇട്ടിട്ടാണ് പള്ളി പോണത്? പ്രിയമുള്ളവരെ, സങ്കടം കഴിഞ്ഞു എന്ന് ഒരു വാക്ക് കൂടെ പറഞ്ഞുകൂടെ? അപ്പ പൂവാണോ? അപ്പ പോണ്ടെന്ന് പറയണ്ട, ഇവിടെ നിന്നാലോ? അപ്പൊ പൊക്കോളൂ എന്നൊന്ന് പറഞ്ഞുകൂടെ? എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മളെയൊക്കെ ഒറ്റവാക്യത്തിൽ സംഗ്രഹിക്കുക എന്നൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരിക്കാം. ദുഃഖങ്ങളെയൊക്കെ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവർ, മറ്റൊരു ഇടവകയിൽ എൻ്റെ കൂട്ടുകാരനച്ഛൻ പറഞ്ഞൊരു സംഭവം, അവിടെ ഒരു 62 വയസ്സായ ഒരു അമ്മച്ചിയുടെ മൃതസംസ്കാര ചടങ്ങ് നടക്കുക. കരയുന്നവരൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ 1 2 3 അടിച്ച് അവസാനത്തെ സമയത്ത് ദുഃഖത്തിന്റെ ഷട്ടർ തുറക്കാൻ വേണ്ടി, അണപൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും കരച്ചിലില്ല, ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് അതിനു മുമ്പ് ഈ അവസാനത്തെ വിട വാങ്ങുന്നേൻ എന്ന പാട്ടിന് വേണ്ടി എല്ലാവരും നോക്കി നിൽക്കണത് സീറോ മലബാർ റൈറ്റിൽ. അപ്പൊ അതിനു മുമ്പ് ഒരു പാട്ടുണ്ട്, മരണം വരുമൊരു നാൾ. അച്ഛൻ അതൊന്ന് നീട്ടിപ്പാടിയത് എല്ലാവരും പെട്ടെന്ന് അപ്രതീക്ഷിതമായി അമ്മാ പൂവാണോ, അമ്മാ കരച്ചിൽ തുടങ്ങി. അച്ഛൻ നോക്കുമ്പോഴുണ്ട് അപ്രതീക്ഷിതമായൊരു കരുനീക്കം. ഇനിയും പ്രാർത്ഥനകൾ കിടക്കുന്നു, മുടിവെക്കാൻ കിടക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ആകെ കയ്യിൽ നിന്ന് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പ്ലീസ് കരയേണ്ട സമയം ആയിട്ടില്ല പ്ലീസ് എന്ന് പറയല്ല. കരഞ്ഞു തുടങ്ങിയ ചേച്ചിമാർ കരച്ചിൽ നിർത്തി. അച്ഛൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരിയാണ്, സോറി അച്ഛ, ആയിട്ടില്ല അല്ലേ എന്ന്. പ്രിയമുള്ളവരെ, അച്ഛന് ചിരിക്കാൻ പറ്റൂ? പിന്നെയും പ്രാർത്ഥനകൾ തുടർന്നു. മുടിവെച്ച് അവസാനത്തെ പ്രാർത്ഥനയായപ്പോൾ അച്ഛൻ പറഞ്ഞു, ദാറ്റ്സ് ഓൾ റൈറ്റ്, കരയേണ്ട സമയമായി, കരഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിമാരെല്ലാവരും കൂടെ ഒരൊറ്റ കരച്ചിലാണ്. പ്രിയമുള്ളവരെ, പറയുമ്പോൾ കരയാനും പറയുമ്പോൾ കരയാതിരിക്കാനുള്ള സങ്കടമേ അവർക്കുള്ളൂ. പ്രിയമുള്ളവരെ, മരണവീടുകളിൽ ഒറ്റവാക്യത്തിൽ സംഗ്രഹിക്കാവുന്ന സങ്കടമേ മക്കൾക്കുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരാത്തത്? പ്രിയമുള്ളവരെ, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അവർ മരിച്ചു കടന്നു പോകുമ്പോൾ നാളെ മുതൽ എനിക്കിനി അവരെ കാണാൻ പറ്റുമോ? ഇനി അവരെൻ്റെ കൂടെ ഇല്ലല്ലോ. അവരെന്നെ സ്നേഹിച്ചിട്ട് അവരുടെ സന്തോഷം ഇനി അതൊക്കെ ആലോചിക്കുമ്പോൾ ചങ്കീന്ന് പറിച്ചെടുക്കണ പോലെ ഒരു വേദന നമുക്കുണ്ടാകേണ്ടതല്ലേ? എന്തേ നമുക്ക് വേദനയില്ലാതെ പോകുന്നു? എന്തേ കണ്ണീരുകളില്ലാതെ പോകുന്നു? പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുള്ളൂ. ഒരു അപ്പനായി ജീവിച്ചില്ല, അമ്മയായി ജീവിച്ചില്ല, അമ്മയായി സ്നേഹിച്ചില്ല. നമ്മളൊക്കെ ചങ്കികീറി സ്നേഹിച്ചെങ്കിലല്ലേ സ്നേഹത്തിന്റെ രാഹിത്യം അനുഭവപ്പെടുന്ന, സ്നേഹിച്ചവൻ വേർപെട്ടു പോകുമ്പോൾ നമ്മുടെ ചങ്കിനുള്ളിൽ ഒരു നീറ്റം ഉണ്ടാകും. ഇന്ന് കരയുന്നവരുടെ എണ്ണം കുറയുമ്പോൾ ജീവിച്ചിരിക്കണം നമ്മൾ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കട്ടെ. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തിന് ചുറ്റും
കരയാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, ആരെങ്കിലുമൊക്കെ കരയോ എന്ന്. പ്രിയമുള്ളവരെ, ചിലർ പറയാറുണ്ട്, അച്ഛാ മരിച്ചതിന് ശേഷം അവരൊക്കെ കരഞ്ഞിട്ട് എന്ത് കാര്യം, ആര് കാണാൻ, എന്തിന്? പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നു പോകുമ്പോ ഇതൊന്നും പറഞ്ഞോ കാണിക്കാനോ അല്ലല്ലോ, ചങ്കിൽ നിന്ന് സങ്കടം വരില്ലേ? പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിനവേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക, അവൻ്റെ മൃതദേഹം സമർത്ഥമായി സംസ്കരിക്കുക, അതിൽ ഉദാസീനത കാണിക്കരുത് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കരയുവാൻ ഇവന്റ് മാനേജ്മെന്റിനെയൊക്കെ ഏൽപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ മരിച്ചെന്ന് കരുതുക, നമ്മുടെ മരണക്കിടക്കയിൽ ആരെങ്കിലും, ശവമഞ്ചത്തിനു ചുറ്റും ആരെങ്കിലും കരയാനുണ്ടാകുമോ എന്ന്. പ്രിയമുള്ളവരെ, ഞാനൊരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ വേളയിൽ ഞാൻ അവരോട് ചോദിച്ചു, ഭാര്യമാരും ഭർത്താക്കന്മാരോടുള്ള ദമ്പതി ധ്യാനമാണ്. ഞാൻ ചോദിച്ചു, ഭാര്യമാരോട് ആദ്യം ചോദിക്കാം, നിങ്ങൾ മരിച്ചു കിടക്കുന്നു എന്ന് കരുതുക, നിങ്ങളുടെ ഭർത്താവ് തൊട്ടടുത്തുണ്ട്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ശവമഞ്ചത്തിനു ചുറ്റും വാവിട്ട് കരയുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് കുറേ ചേച്ചിമാർ നടിച്ച് കൈവക്കി. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഭർത്താവ് ഇങ്ങനെ കരയുമായിരിക്കും, നിങ്ങൾ കൈവക്കിയത് ശരിയാണ്, ദൈവമേ എൻ്റെ ഭാര്യ പോയല്ലോ, ദൈവമേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ എന്ന് പാടി ചിലപ്പോൾ അവർ കരയുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ലേ, ഞങ്ങൾ പറഞ്ഞാൽ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ഭർത്താവ് കരയും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കൈവക്കിയത് നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, പക്ഷേ ഞാൻ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയരുത്, പോൻ്റെ അച്ഛാ എൻ്റെ വട്ടി കരയും, അവൾ ചത്ത, ചാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്, അപ്പയാണ് കരയണത്, ഞാനൊന്നും കരയത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. അപ്പൊ അത് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു അവസരം കൂടി കൊടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ഭർത്താവിനോട് ചോദിക്കുമെന്ന് ഉറപ്പ്, ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് കരയുമെന്ന് പറയുമെന്ന് ഉറപ്പുള്ളവർ കൈവക്കൂ. സാധാരണ ആരും കൈവക്കാറില്ല. കാരണം അവർ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു സദസ്സിൽ ഒരുപക്ഷെ ഭർത്താവ് തമാശ കാട്ടി ചിലപ്പോൾ നാണം കെടുത്തിയാലോ എന്ന് വിചാരിച്ചായിരിക്കാം. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണ രണ്ടാമത്തെ ചോദ്യത്തിന് ആരും കൈവക്കാറില്ല. ഞാൻ ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഈ അടുത്ത് ഞാൻ അവിടെ ചോദിച്ചു, ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ചോദിച്ചപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് കൈവക്കില്ല, അന്ന് അവിടെ ഒരു അമ്മാമ്മ കൈവക്കി. ഞാൻ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ മരിച്ചു കിടക്കുമ്പോൾ അപ്പാപ്പ കരയോ? അമ്മാമ്മ പറഞ്ഞു, കരയോ അച്ഛാ. ഞാൻ പറഞ്ഞു, ഷുവർ അച്ഛാ, ഞാൻ അപ്പാപ്പനോട് ചോദിച്ചോന്ന് ഞാൻ പറഞ്ഞു, അന്ന് ഈ അപ്പാപ്പനോട് ചോദിച്ചിട്ട് എന്ന കാര്യം. ഞാൻ പറഞ്ഞു, അമ്മാമ്മ എഴുന്നേറ്റ് നിൽക്കൂ, അപ്പാപ്പനെവിടെയാ, ഈ അമ്മാമ്മയുടെ അപ്പാപ്പനെവിടെയാ? ഞാൻ നോക്കുമ്പോഴുണ്ട്, ആരും എഴുന്നേൽക്കണ കാണാനില്ല. അമ്മാമ്മ അവിടെ നിന്ന് കുടുകൂടെ ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മാമ്മ ഇത് ചിരിക്കണത്, അപ്പാപ്പ എവിടെയാ? എന്താ പൊട്ടണ ഓടേച്ചിട്ട് പോലെ ചിരിക്കണത്, അപ്പാപ്പ എവിടെയാ? പെട്ടെന്ന് അമ്മാമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇത് ഞാൻ ചത്തിട്ട് 16 കൊല്ലമായി, ഇനി എവിടെ പോയി ചോദിക്കാനാണെന്ന്. പ്രിയമുള്ളവരെ, ആ ഒരു ധൈര്യത്തിലാണ് അമ്മാമ്മ കൈവക്കിയത്. പ്രിയമുള്ളവരെ, നമ്മൾ വേറെ ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വേർപാട് ഒരു സങ്കടമായി അനുഭവപ്പെടുമോ? പ്രിയമുള്ളവരെ, ചിലരൊക്കെ പറയും, മരിച്ചതിന് ശേഷം ആര് കാണാൻ എന്നൊക്കെ. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു ഇടവകയിൽ ഒരു ദമ്പതികളുണ്ട്, മേരി ഔസേപ്പ് ദമ്പതികൾ. മക്കളില്ല, കല്യാണം കഴിഞ്ഞൊരു 50-55 വയസ്സായി ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ. അപ്പോൾ എന്നോട് വലിയ സ്നേഹമാണ്. എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് എന്നെ ഒരു മോനെ പോലെ കണക്കാക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് ഈ മേരി ചേച്ചി ഔസേപ്പേട്ടനും ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി പലഹാരങ്ങളൊക്കെ കൊണ്ടുതരും. എനിക്ക് നല്ല തീറ്റുകോളാണ്. ഞാൻ എപ്പോഴും പറയും, ഇത് മാത്രമല്ല വേറെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും, എങ്കിലും അവരുടെ ഫേവറേറ്റ് ഇതാണ്. അങ്ങനെ വലിയൊരു സ്നേഹബന്ധമുള്ള ഒരു കുടുംബം. ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ സന്ദർശനത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ ഞാൻ ബെല്ലടിച്ച് വാതിൽ തുറന്ന് ഈ ഔസേപ്പേട്ടൻ പുറത്തേക്ക് വന്നു. എന്നെ കണ്ടതേ അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ഛാ, നമ്മളെ വിട്ടുപോയി അച്ഛാ, ഒരു വാക്കോലും പറയാണ്ട് പോയി അച്ഛാ, ഒരു വാക്ക്. ഞാൻ ചോദിച്ചു, ആര് പോയി, എന്തു പറ്റി, എന്തിനാ കരയണത്? അച്ഛാ, എന്ത് കരച്ചിലായിരുന്നു, കുട്ടികളെ പോലെ വാവിട്ട് കരയാ. ഞാൻ ചോദിച്ചു, കരച്ചിൽ നിർത്തി, ആര് പോയി എന്ന് പറയാ. ഞാൻ നോക്കിയപ്പോഴുണ്ട്, ഈ മേരി ചേച്ചി കാണാനില്ല. ഞാൻ ചോദിച്ചു, മേരി ചേച്ചി എവിടെയാ? അപ്പോഴുണ്ട്, അകത്തുനിന്ന് മേരി ചേച്ചി വരുന്നു. അപ്പൊ മേരി ചേച്ചി എന്നെ കണ്ടതേ സങ്കടം ഇരട്ടിച്ചു.
അച്ഛാ അച്ഛാ നമ്മളെ വിട്ടുപോയി. ഞാൻ ചോദിച്ചു ആര്? ജോസഫ് ഔസേപ്പേട്ടൻ അവിടെ ഉണ്ട്, മേരി ചേച്ചി ഉണ്ട്, പിന്നെ ആരാണ് അവിടെ ഉള്ളത്? ഞാൻ ചോദിച്ചു ആര് പോയ കാര്യമാണ്? രണ്ടാൾ നിന്ന് കരയാ. ഞാൻ ചോദിച്ചു ആര് പോയി എന്നാണ് പറയണത്, വേഗം പറ, ആരാ പോയത്? പെട്ടെന്ന് ഔസേപ്പേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വെഞ്ചരിപ്പിന് വന്നപ്പോ വീടിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാണ്ട് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കുരച്ച ടിപ്പു നായില്ലേ? ഞാൻ പറഞ്ഞുണ്ട്. ഇന്നലെ ഭക്ഷണം കൊടുത്ത് ഉമ്മ കൊടുത്ത് കിടത്തിയത് അച്ഛാ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ചത്ത് കിടക്കണു അച്ഛാ, ചത്ത് കിടക്കണു. ഒരു വാക്ക് പോലും പറയാണ്ട് പട്ടി ചത്തേന് വാവിട്ട് കരയുന്ന മേരി ചേച്ചിയും ഔസേപ്പേട്ടനും. ഞാൻ മുമ്പുണ്ടായിരുന്ന മറ്റൊരു ഇടവകയിൽ ഒരു വീട്ടു സന്ദർശനത്തിന് ചെന്നപ്പോൾ അമ്മയും മക്കളും കരച്ചില്. ഞാൻ ചോദിച്ചു എന്തിനാണ് കരയണത്, എന്തു പറ്റി? വിതുമ്പി കരയ, കാരണം പറയണില്ല. ഞാൻ കുറേ കുത്തി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ഇടവകയിലെ ആദ്യ ഫലത്തിൻ്റെ ലേലത്തിന് പള്ളിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന നന്ദിനിക്കുട്ടി പശുവില്ലേ, 2 ദിവസമായിട്ട് ദീനാർന്നു. ഡോക്ടറെ കൊടുന്ന് മരുന്നൊക്കെ കൊടുത്തു. അച്ഛാ പാലൊന്നും തന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഓരോ പ്രാവശ്യം ചാണകിടുമ്പോൾ എന്തോരം ചാണകിടാറ്, അത് ഇന്ന് രാവിലെ ചത്ത് കിടക്കണം. അമ്മയും മക്കൾ കരയുന്നു. പ്രിയമുള്ളവരെ, അപ്പം മരിച്ചാൽ അമ്മ മരിച്ചാൽ കരയാത്ത ഒരു നാട്ടിൽ, പെറ്റായിട്ടുള്ള ഒരു പട്ടി ചത്താൽ ഒരു പശു ചത്താൽ ആളുകൾ കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു പട്ടി ചത്താൽ, ഒരു പശു ചത്താൽ, ഒരു മൃഗം ചത്താൽ, ഒരു വളർത്തുമൃഗം ചത്താൽ കരയുന്നൊരു നാട്ടിൽ ഞാൻ അപ്പനായി, അമ്മയായി, മകനായി, മകളായി, ഭാര്യയായി, ഭർത്താവായി ജീവിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിറ്റ് കണ്ണീര് പോലും പൊഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഞാനും ഒരു പശുവും തമ്മിൽ, ഞാനും ഒരു നായിയും തമ്മിൽ, ഞാനും ഒരു മൃഗവും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മരിച്ചു കടന്നു പോകുമ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വേർപാടുകളൊക്കെ സങ്കടമാകണ്ടേ? നമ്മുടെ വേർപാടുകളൊക്കെ സങ്കടമാകണ്ടേ? പ്രിയമുള്ളവരെ, ഞാൻ മുമ്പുണ്ടായിരുന്നൊരു ഇടവകയിൽ രാത്രി 1:45 ഒരു ബെല്ലടിയോട് ബെല്ലടി. ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോഴുണ്ട് എൻ്റെ ഇടവകയിലെ ഒരു പയ്യൻ. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് ഈ രാത്രിയിൽ? അവൻ പറഞ്ഞു, അച്ഛാ ഒരു സങ്കടകരമായ വാർത്തയുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഒരു മരണറിയിപ്പാണ്. ഞാൻ ചോദിച്ചു ആരാണ് മരിച്ചത്? അവൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു മോന് ചേട്ടനുണ്ടോ? അവൻ പറഞ്ഞു ഉണ്ടച്ഛാ, ഞാൻ ഇന്നുവരെ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ, കുടുംബക്കാരിലും കണ്ടിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു ചേട്ടൻ ചേട്ടൻ. പെട്ടെന്ന് അവൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മരിച്ചത്? ആൾ പറഞ്ഞു കുടിച്ച്. അച്ഛൻ കെട്ടിയിട്ടുണ്ടോ? മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് ലഹരി കിട്ടാതെ കണ്ട് പാമ്പിൻ്റെ വിഷം കുത്തിവെച്ച് അവസാനം ശരീരത്തിലെ കിഡ്നിയും എല്ലാം പ്രവർത്തനക്ഷമമായി ചേട്ടൻ മരിച്ചുപോയി. എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ? 39 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു ജോലി? മാർക്കറ്റിലെ യൂണിയൻകാരനായിരുന്നു. ഞാൻ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞാൻ ചോദിച്ചു അവരൊക്കെ എവിടെയാണ്? ചേട്ടൻ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ വലിയ കുടിയും ഇടിയുമായിരുന്നു. ചേച്ചിയെ തല്ലിച്ചതച്ച് അവസാനം ചേച്ചി ഒരു ഭ്രാന്തിയെ പോലെയായി. മരുന്ന് കഴിക്കണം വെച്ചാ. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടുകാര് ചേച്ചീനെയും മക്കളെയും കൊണ്ട് അവരെ കൊണ്ടുപോയി നോക്കുവാണ്. ചേട്ടൻ വീട്ടിൽ വരാറില്ല, പീഡികത്തിൻ്റെങ്കിലും ബാറിൻ്റെ മുമ്പിലൊക്കെ കിടക്കും. ചേട്ടൻ മരിച്ചുപോയി. അച്ഛാ ഇടവകയിലെ കുടുംബക്കാടിലില്ല. അച്ഛാ ഈ ഇടവകയിൽ ഒരു കൂദാശി സ്വീകരിച്ചിട്ടില്ല. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്, ചേട്ടനെ നമ്മുടെ പള്ളിയിൽ ഒന്ന് മറവ് ചെയ്യണം. ഒരു പൊതു സിമിത്തേരിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള സങ്കടം കൊണ്ട് ഞാൻ അച്ഛനോട് അപേക്ഷിക്കുക. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്കതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. എന്തായാലും അവൻ വിഷമിക്കേണ്ടതില്ല, നമുക്ക് ചെയ്യാം. അങ്ങനെ ബിഷപ്പ് ഹൗസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു, സമയം നിശ്ചയിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, അകക്കൂടെ ഒരു 10-16 പേരുണ്ട് ഈ മരിച്ച വീട്ടിൽ. അകക്കൂടെ ഒരു 16 പേര്. ഞാൻ ഒരു പൊതു സെമിത്തേരിയിലെ ഒരു അനാഥപ്രേതത്തെ മറവ് ചെയ്യാൻ വിൻസെന്റ് പോളിന്റെ കൂടെ പോയപ്പോൾ, വിൻസെന്റ് പോൾ അംഗങ്ങളുടെ കൂടെ പോയപ്പോൾ അവിടെ പോലും ഒരു 10-30 പേര് കാഴ്ചക്കാരായും ഓട്ടോറിക്ഷക്കാരായും അവിടെ ഉള്ളവരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു അനാഥപ്രേതത്തെക്കാൾ ദയനീയമായി ഈ മനുഷ്യൻ്റെ മൃതദേഹ സംസ്കാര ചടങ്ങ്. ഞാൻ അവിടെ ചെന്നു.
ഞാൻ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, ഇനി ആർക്കെങ്കിലും വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ? അനിയൻ പറഞ്ഞു, ആർക്ക് വേണ്ടി അച്ഛാ? ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതാ നിൽക്കുന്ന സ്ത്രീയാണ്. ഒരു സ്ത്രീ ഈ സെഡേറ്റീവായിട്ടുള്ള മരുന്നിൻ്റെയൊക്കെ സഡേഷനിലായിരിക്കാം, വിദൂരത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 2 കുഞ്ഞു മക്കൾ. എന്നോട് പറഞ്ഞു, ഇതാണ് മക്കൾ. ഇവരിൽ ഒരെണ്ണം മന്ദബുദ്ധിയായിപ്പോയി, ഒരെണ്ണം ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്, ഈ ലഹരിയിലുണ്ടായ കുട്ടിയല്ലേ. അവരിങ്ങനെ എന്തോ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥന തുടങ്ങാം. പ്രാർത്ഥന തുടങ്ങി കഴിയാറായപ്പോൾ ഞാൻ പറഞ്ഞു, മൃതദേഹം എടുക്കാൻ പോവാണ്, ആർക്കെങ്കിലും ചുംബിക്കണമെങ്കിൽ ചുംബിക്കാം. ഞാൻ നോക്കുമ്പോഴുണ്ട് അപ്പൻ മുഖം തിരിച്ചു, അമ്മ മുഖം തിരിച്ചു, ഭാര്യ ഇങ്ങനെ നിൽക്കുവാണ്. ആരോ പറഞ്ഞു, മോളെ, അവൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഭർത്താവല്ലേ, അവ പോവാ, ഇനി കാണാനാവില്ല, ഒരു അന്തിമചുംബനം കൊടുത്ത് വിടടി. പക്ഷെ അവൾ ഇങ്ങനെ നിന്നു. ആരോ അവളുടെ തലയിൽ കൈവച്ച് ബലമായിട്ട് ചുംബിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ബലം പിടിച്ച് നിന്നതേ ഉള്ളൂ, ചുംബിച്ചില്ല. എന്തൊരു ചുംബിക്കണം? ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്നേഹം കൊടുക്കാത്ത ഒരു മനുഷ്യൻ കുട്ടികളെ എടുത്ത് ചുംബിക്കാൻ പോയപ്പോൾ കുട്ടികൾ പറഞ്ഞു, അയ്യോ പേടിയാ പേടിയാ പേടിയാ, എനിക്ക് പേടിയാ. അവർ ചുംബിച്ചില്ല. എന്നോട് ഈ പയ്യൻ പറഞ്ഞു, നമുക്ക് മൃതദേഹം എടുക്കാം. അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി, പള്ളിയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞു, കല്ലറയിൽ വെച്ചു. കല്ലറയിൽ വയ്ക്കാറായി, കല്ലറയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞു. കല്ലറയിൽ കയറ്റാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകൾ കഴിഞ്ഞു, കല്ലറയിൽ വയ്ക്കാൻ പോകുന്നു. വെറുതെ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും അന്തിമ ചുംബനം കൊടുക്കാനുണ്ടെങ്കിൽ. ആരും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പെട്ടി അടയ്ക്കാം. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴുണ്ട് 2 സൈഡിലൂടെയും ഏതാനും ആളുകൾ വരുന്നത് കണ്ടു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് കുടിച്ചു കുത്താടിയായി ഒരു 5-8 പേര്. അതിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഡാ. പിന്നെ കുറെ തെറിവാക്കുകളാണ് പറഞ്ഞത്, കുറെ തെറിവാക്കുകൾ. ഇവനെ വിളിക്കുകയാണ്, ചത്തിലടാ, പൊക്കോ, നിനക്ക് മദ്യം വാങ്ങി വെച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് ഇനി ആരാടാ വരാ, പൊക്കോടാ. പിന്നെ മുഴുത്ത തെറികളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്യണത് ഇങ്ങനെ കണ്ടത്. ഇപ്പോഴുള്ളവരെ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ 39 വയസ്സിൽ, ഈ മനുഷ്യൻ ഈ കൂട്ടുകാരായിരുന്നു ഇവൻ്റെ എല്ലാം. ഇപ്പോഴുള്ളവരെ ഇവൻ ആരായിരുന്നു എന്ന് ഈ വാക്കുകൾ നമ്മൾ ഓർമ്മിപ്പിക്കും. ഇപ്പോഴുള്ളവരെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരയാനുണ്ടാകണമെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ ഫലം ചൂടുന്ന ജീവിതം ഉണ്ടാകണം. അപ്പനായി ജീവിച്ചാൽ, അമ്മയായി ജീവിച്ചാൽ, എൻ്റെ ശവമഞ്ചത്തിന് ചുറ്റും ചങ്ക് കീറി ചങ്ക് പൊളിച്ച് കരയുന്നവരുണ്ടാകും. ഇന്ന് കണ്ണീരില്ലാത്തവർ വരുമ്പോൾ, കണ്ണീരില്ലാത്ത മൃതസംസ്കാര ചടങ്ങുകൾ വരുമ്പോൾ, സ്നേഹിക്കാതെ പോകുന്ന മനുഷ്യരാ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുക. ബൈബിളിലുടനീളം കരയുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 52-ാം വാക്യത്തിൽ ജൈറോസിൻ്റെ മകൾ മരിച്ചപ്പോൾ എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തു എന്ന് വചനം പറയും. ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ യേശു കരഞ്ഞു എന്ന് പറയും. സഹോദരിമാർ കരഞ്ഞു എന്ന് പറയും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, സ്നേഹിച്ചവിടത്തെല്ലാം കരയുന്നവരുണ്ടാകും. സ്നേഹിച്ച് കടന്നു പോകുന്നവരുടെയൊക്കെ പുറകിൽ കരയുന്നവരുടെ കൂട്ടങ്ങളുണ്ടാകും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് ഫലം നൽകിക്കൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, അണച്ചു പിടിച്ച് സമർപ്പിച്ചുകൊണ്ട്, അവർക്ക് ആരൊക്കെയാകണോ അതൊക്കെ ആയിക്കൊണ്ടായിരിക്കട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലാസറിൻ്റെ കുഴിമാടത്തിൽ കരഞ്ഞ യേശു, സഹോദരിമാർ, അയൽവക്കങ്ങളും ബന്ധുക്കളും എന്നെ ഏറെ നന്നായി ജീവിക്കാൻ, എൻ്റെ മരണം ഒരു വേദനയുടെ അനുഭവമാക്കാൻ, അല്ലാതെ ഇവൻ ചത്തത് നന്നായി കടന്നു പോകുമ്പോൾ ഉള്ളൂരിച്ചിരിക്കുന്ന പ്രതീതിയല്ല, ഉള്ളൂരിക്ക് കരയുന്ന പ്രതീതി ജനിപ്പിച്ച് കടന്നു പോകാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.